മുഖ്യമന്ത്രി ഇന്ന് തൃശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പലതവണ മൈക്ക് പ്രശ്നക്കാരനായി. എപ്പോഴും ഞാൻ വന്നിരിക്കുമ്പോഴാണ് ഈ പ്രശ്നമെന്നും അപ്പോൾ നിങ്ങൾക്ക് അതൊരു വാർത്തയാകുമെന്നും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം തുടങ്ങിയത്. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് പിണങ്ങി നിൽക്കുന്നത് ഇത് ആദ്യമല്ല. ഇതിനു മുൻപും പല വേദികളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഇതിനെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചിരുന്ന മുഖ്യമന്ത്രി ഇപ്പോൾ തമാശ രൂപത്തിലാണ് കാണുന്നത്. കഴിഞ്ഞ വർഷം വേദിയിൽ മുഖ്യമന്ത്രി സംസാരിക്കവേ മൈക്ക് പണിമുടക്കിയതിനെ തുടർന്ന് മൈക്ക് പോലീസ് പിടിച്ചെടുക്കുകയും ഓപ്പറേറ്ററെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇത് അന്ന് വലിയ രീതിയിൽ വാർത്തയായിരുന്നു. വിവാദത്തെ തുടർന്ന് മൈക്ക് പോലീസ് തിരികെ നൽകി. അന്നു മുതൽ പിണറായി വിജയൻ എത്തുന്ന വേദികളിൽ മൈക്കിന് പ്രശ്നം വന്നാൽ വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രസംഗിക്കുന്നതിനിടെ വേദിയിലെ വെയിലിനെ തുടർന്ന് മൈക്ക് മാറ്റിവെച്ചിരുന്നു. മാധ്യമങ്ങൾക്ക് ഒരു വാർത്തയായി വീണ്ടും മൈക്ക് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അപ്പോൾ വേദിയിൽ ചിരി പടർത്തി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ സംസാരിക്കുന്നതിനിടയിലും മൈക്കിന് തകരാർ സംഭവിച്ചിരുന്നു. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. മൈക്കും പിണറായി വിജയനും കുറച്ച് പിണക്കത്തിലാണെന്നാണ് ചില സോഷ്യൽ മീഡിയയിൽ തമാശയായി പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കോട്ടയത്ത് ഇടതുമുന്നണിയുടെ പ്രചാരണ യോഗത്തിൽ സംസാരിക്കുന്നതിനിടയിൽ മൈക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പ്രശ്നം പരിഹരിച്ച് വീണ്ടും പ്രസംഗം തുടങ്ങിയപ്പോൾ മൈക്ക് കൺട്രോൾ ചെയ്തിരുന്ന കേന്ദ്രത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടന്റെ വിജയത്തിനായി തലയോലപ്പറമ്പിൽ സംഘടിപ്പിച്ച ഇടതുമുന്നണിയുടെ പ്രചാരണ പരിപാടിക്കിടെയായിരുന്നു ഇങ്ങനെയൊരു സംഭവം. പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് ഒടിഞ്ഞു വീണെങ്കിലും മുഖ്യമന്ത്രി പ്രകോപിതനായില്ല. 5 മിനിറ്റോളം കാത്തുനിന്ന മുഖ്യമന്ത്രി മൈക്ക് നന്നാക്കിയ ശേഷം പ്രസംഗം തുടരുകയായിരുന്നു. ഇതിന് ശേഷമാണ് മൈക്ക് കൺട്രോൾ ചെയ്തിരുന്ന കേന്ദ്രത്തിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത്. ഇതോടെ സദസ്സിലുണ്ടായിരുന്ന ജനം പരിഭ്രാന്തരായി. എന്നാൽ പ്രശ്നം വേഗത്തിൽ പരിഹരിച്ചു. പ്രസംഗം തുടർന്ന മുഖ്യമന്ത്രി എല്ലാം തടസ്സങ്ങളാണല്ലോ എന്നും പറഞ്ഞു. അതേസമയം ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കാനെത്തിയപ്പോൾ മൈക്ക് സെറ്റിന് സാങ്കേതിക തകരാറുണ്ടായതിനെ ആസൂത്രിതമെന്നും ആരോപിച്ച് സ്വമേധയാ കേസെടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടി ഒരു ഭരണാധികാരി പാതാളത്തോളം തരം താഴ്ന്നതുകൊണ്ടാണെന്ന KPCC അധ്യക്ഷൻ K സുധാകരന്റെ വിമർശനവും ശ്രദ്ധേയമായിരുന്നു. ഒരു പാവപ്പെട്ട മൈക്ക് ഓപ്പറേറ്ററും മൈക്കും കേബിളും പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങുന്നത് അങ്ങേയറ്റം പരിഹാസ്യമാണ്. ഒരു മൈക്കിനെ പോലും ഭയപ്പെടുന്ന ഭീരുവായ മുഖ്യമന്ത്രി കേരളത്തിന് അപമാനമാണെന്നും സുധാകരൻ അന്ന് പറഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.